നിങ്ങൾ എപ്പോഴെങ്കിലും ദേഷ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയത്ത് ആളുകളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാനുള്ള ചാൻസസ് ഹൈ ആണ്. പക്ഷേ ഇവിടെ റിലേഷൻഷിപ്സിനെ സേവ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജസ്റ്റ് പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് വ്യക്തിയോടും കൂടെ നിങ്ങളത് പറയുക, എനിക്ക് കുറച്ച് സമയം ഒന്ന് പോസ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾക്ക് സമയം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ഡൗൺ ആവുന്ന സമയത്ത്, നിങ്ങളുടെ ബോഡി കൂൾ ആവുന്ന സമയത്ത് നിങ്ങളുടെ തോട്ട്സും ക്ലിയർ ആവും. ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തും ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയത്തും ചിന്തകൾ നമ്മളുടെ കൺട്രോളിലല്ല. നമ്മളുടെ ബോഡിയിൽ ഓൾറെഡി ഒരുപാട് ഹോർമോൺസും കെമിക്കൽസും റിലീസ് ചെയ്തിരിക്കുന്ന സമയമാണ്. സോ ആ സമയത്ത് നമ്മൾക്കൊരു കൺട്രോളും കിട്ടില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഹോർമോൺസും കെമിക്കൽസും ഒക്കെ കറക്റ്റായിട്ട് ഡൈജസ്റ്റായി റിലീസായി കഴിയുന്ന സമയത്താണ് നമ്മുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി വരാം. നിങ്ങൾ കയറിൻ്റെ മേലെ കൂടെ നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അവർക്ക് ബാലൻസ് തെറ്റുന്നെന്ന് തോന്നുന്ന സമയത്ത് അവരവിടെ ഒന്ന് പോസ് ചെയ്യാണ് ചെയ്യുക. ഇങ്ങനെ പോസ് ചെയ്യുന്ന സമയത്ത് അവർ വീഴാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് വൈസ് നമ്മളുടെ സംസാരങ്ങളിലും ബാലൻസ് തെറ്റാതിരിക്കാൻ ചിലപ്പോൾ അവിടെ ഒന്ന് ഫോഴ്സ് ചെയ്യുന്നതായിരിക്കും വേർഡ്സ് സ്ലിപ്പായി പോവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുക. ഈ ഒരു കാര്യത്തെ ഓപ്പോസിറ്റ് വ്യക്തിക്ക് പിണങ്ങി പോകുന്നതായിട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ നിങ്ങൾ അവരോടും സംസാരിക്കുക, ഓപ്പണായിട്ട് സംസാരിക്കുക. എനിക്ക് ഇത്തരം സമയങ്ങളിൽ ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്,